റെട്രോ കണ്ടു. സൂര്യ സാറിന് നിങ്ങൾ ആരാധകരോട് എന്തോ വലിയ വിരോധമുണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ പോലും ഗതി പിടിക്കരുത് എന്ന് ഭയങ്കരമായ ഒരു വാശിയുണ്ട്. എത്ര കാലമായി ഇതുപോലെ ഹിറ്റില്ലാത്ത ഒരു നടൻ സൗത്ത് ഇന്ത്യ വേറെയില്ല. ഇദ്ദേഹം സ്ക്രിപ്റ്റ് വായിക്കാറില്ലേ, അല്ലെങ്കിൽ അത്തപ്പതിക്കുമെന്ന് ഉറപ്പുള്ളത് മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിക്കുന്നത് എങ്ങനെയാണ്? കാർത്തിക് സുബ്ബരാജ്, സുബു 2 നല്ല സിനിമ ചെയ്തപ്പോഴേക്കും എന്തോ ബ്രഹ്മാണ്ഡ ഡയറക്ടർ ആയ പോലെയാണ് വെപ്പ്. വെറും ഒരു ലവ് സ്റ്റോറിയാണ് സിനിമയെന്നാണ് പറഞ്ഞത്. ബട്ട് ഒരവിഞ്ഞ ലവ് സ്റ്റോറിയിൽ ഗ്യാങ്സ്റ്റർ കഥ, അടിമക്കച്ചവടം, രാജാവിൻ്റെ മകൻ വന്ന് അടിമത്തം ഇല്ലാതാക്കുക തുടങ്ങി ബാഹുബലി, സലാർ, KGF എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് മെഴുകി അടിമത്തത്തിൻ്റെ രാഷ്ട്രീയമെന്ന കൺസെപ്റ്റ് കൂടിയിട്ട് കുഴി കുത്തി മൂടി. റീത്ത ആരാധകർ വെച്ചോളും. രാജമൗലി ഡയറക്റ്റ് ചെയ്താൽ പോലും ഇനി സൂര്യയുടെ തിരിച്ചുവരവ് നടക്കുമോ എന്ന് സംശയിക്കേണ്ടി വരും. ഒരു സ്ഥലത്ത് കുടുംബക്കാർ പൊക്കിയടിച്ച് വെറുപ്പിക്കുന്നു. വൈഫ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് പെരുവഴിയാക്കിയിട്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറുന്നു. ശരി എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു എക്സ് ആരാധകന്റെ രോഷമാണ്. അത് വിട്ടേക്ക്. 3 മണിക്കൂർ കട്ടലാഗ് ലവ് സ്റ്റോറി, ചിരിക്കാൻ അറിയാത്ത നായകൻ ചിരിച്ചാൽ അഴകാരിക്കും എന്ന് പറയുന്ന അപരാധിക്കൽ. ഇതിൻ്റെ കൂടെ സിലോൺ തമിഴ്, അഴിപ്പീർകൾ ഇன்று നിനൈത്തായ ടൈപ്പ്. അതായത് സുപ്രധാനമായ ഭാഗത്ത് മാത്രം മെയിൻ ക്യാരക്ടേഴ്സിന് ശ്രീലങ്കൻ തമിഴ് വരും. കഥയുമായി ബന്ധമൊന്നുമില്ലാതാനും കാണാൻ വരുന്നവൻ കൂടി മനസ്സിലാവാതെ എണീറ്റ് പോട്ടേ ലൈൻ. സുബു ബ്രില്യൻസ്. ജോജുവിന് രാഷ്ട്രസ്വഭാവം. നല്ലതോ ചീത്തയോ എന്തേലും കാണിക്കിട്ട്. ജയറാമനെ ട്രോളാനില്ല. സ്റ്റാൻഡപ്പ് കോമഡിയാണ്, അത്ര സിമ്പിളല്ല. നായിക പൂജ ചിലപ്പോൾ കറുപ്പിച്ച് കാണിക്കും, ചിലപ്പോൾ വെളുപ്പിക്കും. എന്തിന്? എന്തേലും രാഷ്ട്രീയം പറയുന്നുണ്ട് ഉറച്ചു നിൽക്കടേ. സൂര്യയുടെ വിൻറ്റേജ് ലുക്കും താടിയും പരമ ബോറാണ്. മുക്കലിൻ നായകൻ എന്ന കളിയാക്ക് പലപ്പോഴും അർത്ഥവത്തായി തോന്നി. ചില സീനുകളിൽ വെപ്പ് താടിയും മുടിയും പക്കാ ബോറാണ്. പ്രത്യേകിച്ചൊരു ജയിൽ സോങ്ങിൽ ജോജുവിൻ്റെ മേക്കപ്പും വൻ പാളിച്ചയാണ്. കളർ ഗ്രേഡിംഗ്, മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സമ്പൂർണ്ണതയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ബോഡിയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് നായകൻ. അതിന് മാത്രമുള്ള ഷേപ്പ് ഫിറ്റ് ബോഡിയൊന്നോ ഇപ്പം ഇല്ലതാനും. ഒരു വില്ലൻ കൊള്ളാം, പക്ഷെ അവനൊക്കെ വില്ലനായിരുന്നോ എന്ന് തോന്നുന്ന ക്ലൈമാക്സ്. അടിമത്തത്തെ എതിർക്കുന്ന പുഞ്ചിരി എന്ന രാഷ്ട്രീയം വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ. സൂര്യയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു പോയവൻ്റെ അണ്ണാക്കിൽ ഉരുട്ടിവെച്ച് തന്നതാണ് സുബ്ബരാജ് മോനു യവൻ്റെ രാഷ്ട്രീയം. സുബുവിന് കിട്ടുന്ന പ്രിവിലേജ് വെച്ച് യവൻ എന്ത് രാഷ്ട്രീയം ഉരുട്ടിത്തന്നാലും വിഴുങ്ങിക്കോളുമെന്ന നെഗളിപ്പ് ഇതോടെ തീർന്നോളും. ബാക്കി എല്ലാവരും 2 പടം പൊട്ടിച്ചാൽ 3ാമത്തെ ആവറേജ് എങ്കിലും ആക്കും. ചിന്ന ആണ്ടവർക്ക് ഹിറ്റ് കിട്ടിയിട്ട് 10 പതിറ്റാണ്ട് കഴിഞ്ഞു. സ്ക്രിപ്റ്റിൽ കൈകടത്തുന്നതിനാലായിരിക്കാം ആര് ചെയ്താലും മെനയാവാത്തത് എന്ന ടോക്ക് പുറത്തുണ്ട്. നല്ലൊരു ആക്ടറായിരുന്നു, എന്നിട്ടും ഇവിടെ വർക്കായ ടൈപ്പ് പടം ഏതായിരുന്നു എന്നെങ്കിലും ഒരു അറിവ് വേണ്ടേ? വന്നവനും നിന്നവനും ഇന്നലെ വന്നവനും എല്ലാം തലയിൽ ചവിട്ടി കടന്നുപോയി. ഇനിയും തിരിച്ചു വരവെന്ന് പറഞ്ഞിരിക്കുന്നവരെ കൂടി ചിതറിക്കാൻ ഉടൻ തന്നെ മറ്റൊരു അപരാധവുമായി വന്ന് ആ മറ്റേ 7 പേരെ കൂടി പറഞ്ഞുവിടാൻ അണ്ണന് തോന്നട്ടെ. കാത്തിരിപ്പിനും ഇല്ലേ ഒരു പരിധി?